ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എഡ്യൂഫിക്സ് അക്കാദമി. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് BA ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് BA ഇംഗ്ലീഷിനെ കുറിച്ച് ഇഗ്നോയിലുള്ള BA ഇംഗ്ലീഷിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസുകളാണ്. അപ്പോൾ ആ ഒരു കോഴ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണും. നമ്മൾ 3 ഇയർ BA ഇംഗ്ലീഷാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു കണ്ടോ, ഹോണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം എടുക്കണം. ഇതെടുത്താലാണ് നിങ്ങൾക്ക് 3 ഇയർ BA ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡിഗ്രി കോഴ്സ് കരസ്ഥമാക്കാൻ കഴിയുന്നത്. അതിൽ നിങ്ങൾക്ക് പ്രത്യേകം നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ BA ഇംഗ്ലീഷ് എന്നുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഡിഗ്രി പ്രോഗ്രാമാണ്, ഡിസ്റ്റൻസ് പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ 3 ഇയർ ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. മീഡിയം ഇംഗ്ലീഷാണ്, സ്പെഷ്യലൈസേഷൻ ഇംഗ്ലീഷാണ്. അതുപോലെ തന്നെ ഇതിന് എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു +2 ആണ്. അതിപ്പോൾ നിങ്ങൾക്ക് സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ +2 മാത്രം മതി. അതുപോലെ ഫീസ് വരുന്നത് 5300 പ്ലസ് രജിസ്ട്രേഷൻ ഫീ, ഡെവലപ്മെൻറ്റ് ഫീ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 6000 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഏതെല്ലാം സ്റ്റഡി സെൻറ്ററിലാണ് അവൈലബിൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സ്റ്റഡി സെൻറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിൻ്റെ അണ്ടറിലായിരിക്കും നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് നിങ്ങളുടെ കോഴ്സ്. അപ്പോൾ കേരളത്തിൽ ഏകദേശം 3 റീജിയൻ സെൻറ്ററുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ കുറച്ച് അധികം സ്റ്റഡി സെൻറ്റേഴ്സും വരുന്നുണ്ട്. ഇത്തരം സ്റ്റഡി സെൻറ്റേഴ്സിൽ ഏതിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് അവൈലബിൾ എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങളൊരു ഏകദേശം കേരളത്തിൻ്റെ ഒരു സെൻട്രൽ ഭാഗത്താണ് എന്നുണ്ടെങ്കിൽ കൊച്ചിൻ റീജിയൻ സെൻറ്ററിലായിരിക്കും നിങ്ങൾ ഏകദേശം വരുന്നത്. അപ്പോൾ കൊച്ചിൻ്റെ അണ്ടറിൽ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ തിരുവനന്തപുരം, വടകര എന്നുള്ള ഇത്രയും 3 റീജിയൻ സെൻറ്ററുകളാണ് നമുക്ക് വരുന്നത്. തിരുവനന്തപുരം റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്ന സ്റ്റഡി സെൻറ്റേഴ്സാണ്. ഇത്രയും സ്റ്റഡി സെൻറ്ററിൽ നിങ്ങളെ വീടിൻ്റെ അടുത്ത് നിങ്ങളെ സ്റ്റഡി സെൻറ്റർ ഏതാണ്, വീടിൻ്റെ അകത്തുള്ള കോളേജ് ഏതാണെന്ന് ഫൈൻഡ് ചെയ്തിട്ട് അതിൽ വേണം രജിസ്റ്റർ ചെയ്യാൻ. ഇത് വടകര റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജസ് ആണ്. അപ്പോൾ നിങ്ങളെ വീടിൻ്റെ അടുത്ത് ഏതാണ് കോളേജ് നിങ്ങളുടെ അടുത്ത് വരുന്നത് അതിൽ നിങ്ങൾ എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. ഇത് കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്ന സ്റ്റഡി സെൻറ്റേഴ്സ് ആണ്. ഈ സ്റ്റഡി സെൻറ്റർ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വീടിനടുത്തുള്ള തന്നെ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വർഷത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഈ സെൻറ്ററിൽ പോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് എത്താം എന്നുള്ളത് മാത്രമാണ്. അതുപോലെ തന്നെ ഇതൊരു ഇയർ വൈസ് പ്രോഗ്രാംസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം വരുന്നത് ഇയർലി ആയിരിക്കും. ഓരോ വർഷം കൂടുമ്പോഴും നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന അടുത്ത മാസത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം പൂർത്തീകരിച്ച് സെക്കൻഡ് ഇയറിൻ്റെ എക്സാം വീണ്ടും വരുന്ന 6 മാസത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പൂർത്തീകരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം ഡ്യൂറേഷൻ എന്ന് വരുന്നത് 6 വർഷമാണ്. അപ്പോൾ നിങ്ങൾ 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 വർഷം വരെ നിങ്ങൾക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് തരും. അപ്പോൾ ഈ 6 വർഷത്തിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. 6 വർഷത്തിന് ശേഷം 6 വർഷം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ ഫിനിഷ് ആവും. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഫിനിഷ് ആക്കണം എന്നുണ്ടെങ്കിൽ 6 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഫിനിഷ് ആക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ 6 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ആദ്യം മുതൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്ത് പഠിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോഴ്സിൽ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് സെമ്മ്, സെക്കൻഡ് സെമ്മ് അങ്ങനെ ആണ് ഇത് ഓർഡറായി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇത്രയും കോഴ്സുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതിൽ BGC 101, 102, 103, 104 ഇത്രയും കോർ സബ്ജക്റ്റ്, അതായത് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4 കോർ സബ്ജക്റ്റുകളാണ് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിക്കാനുള്ളത്. BEE 181 എന്ന് പറയുന്ന പേപ്പർ നിങ്ങൾക്ക് കമ്പൽസറി ആണ്. അത് ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ് വരുന്നത്. അതുപോലെ BEGI 182 ഇതൊരു ഇംഗ്ലീഷ് മായി ബന്ധപ്പെട്ടൊരു സബ്ജക്റ്റ് തന്നെയാണ്. ഇത് നമ്മുടെ ഒരു എൻവറോൺമെൻറ്റൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ടാണ് 181 വരുന്നത്. അതുപോലെ ഈ ജനറിക് ഇലക്റ്റീവ് എന്ന് പറയുന്നത് നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഒരു 2 സബ്ജക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം.
ഇത് നിങ്ങൾക്ക് ഇലക്റ്റീവ് ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 2 സബ്ജക്റ്റുകൾ ഈ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമുള്ളതും പഠിക്കാനുള്ളത് നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ള മേഖല ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ടോട്ടൽ 44 ക്രെഡിറ്റ്സ് ആണ് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റഡി സെൻറ്റർ ഏതാണെന്ന് അറിയില്ല, അതുപോലെ തന്നെ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നറിയില്ല, അതുപോലെ തന്നെ ഫീസ്, അതുപോലെ ഈ അസൈൻമെൻറ്റ് മറ്റുള്ള ഡൗട്ടുകളൊക്കെ എന്തൊക്കെയുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒഫീഷ്യൽ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അഡ്മിഷൻ എടുത്ത് തരണമെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാതെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇഗ്നോയുടെ കൂടുതൽ ഇൻഫർമേഷൻ ഞങ്ങൾ ഈ ഒരു ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.